നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിനിറ്റിൽ കൽപ്പറ്റയിൽ സൺറൈസ് പ്രദേശത്തേക്ക് പോകാനുള്ള ഹെലികോപ്റ്റർ ഇറങ്ങി കഴിഞ്ഞു. 20 മിനിറ്റിനകം ഈ സംഘത്തിന് പോകാൻ കഴിയും. രാവിലെ 8 മണിക്ക് SKMJയിൽ വരേണ്ടതാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മൂവിങ് ക്ലൗഡ് നല്ലതുപോലെ ഉള്ളത് കാരണം നമുക്ക് അവിടെ നിന്ന് വിമാനം നേവിയുടെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യാനായില്ല. ടേക്ക് ഓഫ് ചെയ്ത് SKMJയുടെ ഗ്രൗണ്ടിലെത്തി ഈ മിനിറ്റിൽ. ഇനി നമുക്ക് ഏതാനും സമയത്തിനകം ഒരു 20 മിനിറ്റിനകം ആ സൺറൈസ് വാലിയിലേക്കുള്ള യാത്ര കൂടി ആരംഭിക്കാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇന്നോടുകൂടി ഒരാഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മതലത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യം കൂടി പരിശോധിച്ചു വരികയാണ്. ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടി ഏതെങ്കിലും സ്ഥലത്ത് ഇനി സൂക്ഷ്മതലത്തിൽ ഇത് പരിശോധിക്കേണ്ടതുണ്ടോ എന്ന് നോക്കുന്ന വിധത്തിലുള്ള ഒരു പരിശോധനയുടെ ഭാഗമായി തുടങ്ങിയതാണ്. ഞങ്ങൾ ഇന്നലെ ഫോഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, അവരവരുടെ മേഖലകളിൽ ഏത് മേഖലയിലാണോ ആ മേഖലകളിൽ അവരൊന്ന് ആ രംഗത്ത് പ്രവർത്തിച്ച് ഇരുന്ന ആളുകളൊന്ന് കൂടിയിരുന്ന് ഇനി നമുക്ക് ഏതെങ്കിലും പ്രദേശം ബാക്കി നിൽക്കുന്നുണ്ടോ വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ നമുക്ക് ഇപ്പം ലഭ്യമായതനുസരിച്ചുള്ള നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ കൂടി അത് കിട്ടുമ്പോൾ അത് മാധ്യമങ്ങൾ വഴി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്തിച്ചേരുമ്പോൾ എവിടെയെങ്കിലും ഈ ലിസ്റ്റിൽപ്പെട്ട് ബാക്കി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതുകൂടി നമുക്കറിയാൻ കഴിയും. അതുകൂടി ഫൈനലൈസ് ചെയ്തതിന് ശേഷം ആ വിധത്തിലും സൂക്ഷ്മതല പരിശോധന നമുക്ക് ആവശ്യമുണ്ട്. ആ വിധത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നോക്കിക്കാണുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോയത്. അട്ടാമലയിലും പുഞ്ചിരിമറ്റത്തും മുണ്ടക്കയിലും അതിന്റെ സമീപ പ്രദേശങ്ങളിലും ഇപ്പോൾ ആളുകൾ കുറേശ്ശെ അടഞ്ഞു കിടക്കുന്ന വീടുകളിലേക്ക് തിരിച്ചു വരികയും അവിടേക്കുള്ള സാധ്യതകൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന പുഞ്ചിരിമറ്റത്തേക്ക് കയറി താഴത്തോട്ട് ഇറങ്ങുന്ന പ്രദേശത്ത് എരുമയെ വളർത്തുന്ന ഒരാൾ അദ്ദേഹം തിരിച്ചു വന്ന് 6ഓളം എരുമകൾ അത് തിരിച്ചു കിട്ടി എന്നുള്ള സന്തോഷത്തിൽ വീടിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവർക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. അവർ പറയുന്നു അവർക്ക് ആ തരത്തിൽ മൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പൊതുകേന്ദ്രങ്ങൾ വേണം. ഇപ്പോൾ ബെയിലി പാലത്തിന് പുറത്ത് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ ധാരാളമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്, അതിലാളുകൾ കൊണ്ടുവരുന്നുമുണ്ട്. എന്നാൽ ഇങ്ങനെ ചിലത് വേണം, ഇങ്ങനെയുള്ള പുതിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഇടയിൽ വരികയുണ്ടായി. മുകളിൽ ആദിവാസി ഊരിൽ ഇപ്പോഴും താമസിക്കുന്ന ചേനനെ ഞങ്ങൾ നേരിട്ട് കണ്ടു, അദ്ദേഹവുമായി സംസാരിച്ചു. ആദ്യം വിവരം താഴത്തോട്ട് അറിയിച്ചത് അദ്ദേഹമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അവിടെ താമസിക്കുന്ന അത്ര സേഫ് അല്ല എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ 14 പേരും താഴത്തേക്ക് പോയിരിക്കുകയാണ്. ഈ 2 പേർ, ഇനി മുകളിലുള്ള ഭാര്യ മാത്രമേ ഉള്ളൂ, അവരോടുകൂടി താഴത്തേക്ക് വരണം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിധത്തിൽ ഒരു പരിശോധന ആ വിധത്തിൽ ഇന്ന് നടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേരുന്നുണ്ട്. ആ യോഗം പൂർത്തിയായാൽ കുട്ടികളുടെ റീഹാബിറ്റേഷൻ, അതായത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാൻ കഴിയും. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങരുത് എന്നാണ്. അദ്ദേഹം പ്രയോഗിച്ച ഭാഷ അവരെ ഒരുമിച്ച് ഒരു സ്ഥലത്തിരുത്തി പഠിപ്പിക്കാനായില്ലെങ്കിൽ ഒരു കുട്ടിയാണെങ്കിൽ പോലും എവിടെയാണോ ആ കുട്ടിയുള്ളത് അവിടെ പോയി പഠിപ്പിക്കാൻ കഴിയും വിധം സംവിധാനത്ത് ഒരുക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അതുപോലെ തന്നെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം നമ്മുടെ പത്രസമ്മേളനത്തിന് ശേഷം വൈകുന്നേരം ഫോഴ്സിന്റെ യോഗം വീണ്ടും നമ്മൾ ചേരുന്നുണ്ട്. ഉന്നതതല നേതാക്കളുമായി മന്ത്രിതല ഉപസമിതി വീണ്ടും കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതോടുകൂടി കുറച്ചുകൂടി കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങൾ ലഭ്യമാണ്. അതെ, നമ്മൾ അതിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ അതൊന്ന് ആലോചിച്ച് വരേണ്ടതുണ്ട്. കാരണം ഫോഴ്സിലുള്ള ഓരോരുത്തരുടെയും കർത്തവ്യം വ്യത്യസ്തമായിരിക്കും. അത് അവരവർ നിർവഹിച്ചു പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവരുടെ ഉറവിടങ്ങളിൽ തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മളിപ്പോൾ ഇന്ന് കൊടുത്തിട്ടുള്ളത്. അവര് ഇന്ന് അത് പരസ്പരം ചർച്ച ചെയ്യും, ഏതെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടോ എന്ന് നോക്കും. വ്യത്യസ്ത സേനാംഗങ്ങളെ ജോയിന്റായി ഒരേ പ്രദേശത്തേക്ക് തന്നെ അയക്കുക എന്നുള്ള ഒരു ടാക്ടീസാണ് നമ്മൾ ഇതുവരെ നടത്തിയിരുന്നത്. കാരണം
ആദ്യത്തെ 3 ദിവസങ്ങളിൽ ഒരു സംഘം ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ അത് മാറ്റി തുടർച്ചയായ 4 ദിവസങ്ങളിൽ എല്ലാതിൽ നിന്നും പെട്ട NDRF, കോസ്റ്റ് ഗാർഡ്, നേവി, പിന്നെ DSC, പോലീസ്, ഫയർഫോഴ്സ്, ആർമി, ഇങ്ങനെ തുടങ്ങിയ എല്ലാവരെയും മിക്സാക്കി ഗ്രൂപ്പുകളാക്കിയിട്ടാണ് വിട്ടത്. അവരെല്ലാവരും കൂടി അവരുടെ സ്ഥലത്ത് തന്നെ കൂടി തീരുമാനിക്കും.